അറബൈസേഷനെയും വെസ്റ്റേണൈസേഷനെയും നമുക്ക് ഒരേ തോതിൽ കാണാൻ പറ്റുമോ? ബിക്കോസ് അറ്റ്ലീസ്റ്റ് സ്ത്രീകളെ സംബന്ധിച്ചെങ്കിലും വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസീവ് ഞാനല്ല വെസ്റ്റേൺ നിങ്ങളെ കച്ചവട ചെറുക്കാക്കാണ് നോട്ട് ചെയ്തത്. ഞാൻ പറയാം, സ്ത്രീയെ ഒരു കച്ചവട ചെറുക്കാക്കിയിരിക്കുകയാണ് വെസ്റ്റേൺ ഇതിൽ. അതായത് അതിൻ്റെ പോൺ ഇൻഡസ്ട്രി, അതിൻ്റെ മോഡലിംഗ് ഇൻഡസ്ട്രി, പിന്നെന്താ എന്നാൽ പിന്നെ അതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതൊന്നും നിയന്ത്രിക്കുന്നില്ല. ആക്ച്വലി ഐ ടെൽ യു ദാറ്റ് പോൺ ഇൻഡസ്ട്രി ഈസ് എ സ്ലേവ് ഇൻഡസ്ട്രി ആക്ച്വലി. അത് പുറത്തവർ പറയുന്നില്ലല്ലോ, മനസ്സിലായോ? അതായത് ഇവർ ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്ന പെൺകുട്ടികളാണ് അവിടെ നിന്ന് നോക്കുക. ഈ പ്രത്യേകിച്ച് നവഡേസ് ദ ട്രാഫിക്കിംഗ് ഫ്രം ചെക്കോസ്ലോവാക്യ ആൻഡ് ദി ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് ആൻഡ് അതിനാണ് അവർ അവിടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരു ഭാഗം അങ്ങനെ ഉണ്ടല്ലോ, പാശ്ചാത്യവൽക്കരണം. അതുകൊണ്ടാണല്ലോ പെങ്ങളെ മറ്റേ സ്റ്റേയിങ് ടുഗദറും മറ്റേ ഹോമോസെക്ഷുവാലിറ്റിനെ പറ്റിയിട്ടുള്ള കാതൽ സിനിമയൊക്കെ വരണം. മനസ്സിലായാലേ? കാതൽ സിനിമയിൽ അനുകൂലിച്ച പറഞ്ഞ കേട്ടോ, നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞൂടാ. ആ സിനിമയിൽ ഹോമോസെക്ഷുവാലിറ്റീനെ അനുകൂലിച്ചിട്ടാണ് പറയുന്നത്. അതിൽ പക്ഷേ ആ വൈഫ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യണ കാണിക്കുന്നുണ്ട്. 20 years അവർ സഫർ ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പുതുതായി വരുന്ന മറ്റു ചില കൺസെപ്റ്റുകളെ അല്ല അത് അല്ല നിങ്ങൾ അല്ല തള്ളിക്കളയാ. ഞാൻ ആ സിനിമ പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ ജ്യോതിക 20 കൊല്ലം കാണാം, 20 കൊല്ലം സഹിക്കുകയാണ്. ജ്യോതിയോട് ചോദ്യം ചോദിക്കും കോടതിയിൽ, നിങ്ങൾ എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് 20 കൊല്ലത്തിന്? ജ്യോതിയോട് 4 തവണ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ എന്തിനത് സഹിച്ചിരുന്നു? അത് സഹിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി മാത്രം ഉണ്ടായതാണ്. 4 ഒരു അറ്റംപ്റ്റ് കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ടായതാണ്. അപ്പോൾ ആ വൈഫ് സഫർ ചെയ്യുന്ന ട്രോമ. അപ്പോൾ ഒന്ന്. രണ്ടാമത്തെ അതിൽ പീഡോഫിലിയ. ഇവരെങ്ങനെയാണത് പഠിച്ചു വരണത്? ഇവർ ആ പീഡോഫിലിക് സൈറ്റിലേ തുടങ്ങുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ഇവിടെ കോളേജിലൊക്കെ പഠിക്കും, സ്കൂളിൽ പഠിക്കുമ്പോൾ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഈ പീഡനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറ്, മദ്രസയിൽ പീഡനം, സ്കൂളിൽ പീഡനം. അത് ഈ ആൺകുട്ടികളാണ്, പെൺകുട്ടികളല്ല, അത് ആൺകുട്ടികളാണ്. That is a perversion. As a doctor, I am a neurologist, so I'll tell you very clearly, it is a perversion. See, bestiality, my choice is bestiality എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെൻ്റെ ചോയ്സാണ്, ഒരു കുഴപ്പമില്ലല്ലോ, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. അതെൻ്റെ ചോയ്സാണ് ബീസ്റ്റാലിറ്റി. അത് നോർമൽ തിങ് ആവുന്ന ഒരു അബ്നോർമൽ തിങ് ആണെന്നാണ് ഞാൻ വാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ എന്ന് പറഞ്ഞു, ഞാൻ അബ്നോർമൽ എന്ന് പറഞ്ഞു. അതേപോലെ പ്രോബ്ലം എന്താ അറിയോ? അബ്നോർമൽ എവിടെ വരണം? ദീസ് പീപ്പിൾ ആർ ക്ലോസറ്റ് ഹോമോസെക്ഷൽസ്. അപ്പോൾ അവർ പോയിട്ട് കല്യാണം കഴിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. അവർ ബൈസെക്ഷലായിട്ടാണ് ടേണപ്പ് ചെയ്യുന്നത്. അവിടെയാണല്ലോ ഇതിൻ്റെ പ്രോബ്ലം. കാതൽ റെഫറൻസ് പറഞ്ഞു. കാതൽ റെഫറൻസിന് അദ്ദേഹത്തിന് മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് സിനിമയിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അല്ല, അത് ആ പ്രഷർ എല്ലാവരുടെ മുകളിൽ ഉണ്ടാവില്ലേ? ബിക്കോസ് എവൻച്വലി അതാണ്. ബേസിക്കലി ഏത് യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ മെറിറ്റിൽ പഠിക്കുന്ന യുഗത്തിലല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്നത് സ്വയാശ്രയ കോളേജുകളിലാണ് അധികം പേരും. എന്തായാലും അവിടെ നിങ്ങൾ അച്ഛന്മാരെ പൈസ കൊടുക്കുന്നു. 32 കോളേജുള്ളതിൽ കേട്ടോ കേൾക്ക്, ഞാൻ മക്കളോട് പറയാം, നിങ്ങൾ എന്തുവാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ മെറിറ്റ് കയറിക്കോ, പിന്നെ ഫസൽ ഗഫൂർ അങ്ങോട്ട് പഠിപ്പിച്ചോ. അതല്ല എന്തല്ലേ, സ്വയാശ്രയ കോളേജിൽ ഞങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞു കേൾക്കണം. എക്കണോമിക് ഇത് പേരൻസിനുണ്ടല്ലോ, അവരെ ഇതിരിക്കില്ല. അവർ പറഞ്ഞവർ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ അതിൽ മാത്രം പോകണ്ട. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറഞ്ഞോ. മനസ്സിലായില്ലേ? അത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ല നല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അറബ് ഇസ്ലാമിലെ ഏറ്റവും വലിയ സാധനമല്ലേ അത്? നിങ്ങൾക്കറിയാമല്ലോ, ഈക്വാലിറ്റി. ഏത് റിലിജനിലാണ് ഈക്വാലിറ്റി ഉള്ളത്? ഇസ്ലാമിലാണ് ഈക്വാലിറ്റി ഉള്ളത്, ആണല്ലോ. എല്ലാ ജാതി മതങ്ങളെ ഇല്ലാതാക്കുന്നു. ആരെങ്കിലും ഉണ്ടോ SC/ST ഇസ്ലാമിൽ? ചർച്ചിൽ SC/ST ഉണ്ടല്ലോ, ഇസ്ലാമിൽ SC/ST ഇല്ലല്ലോ. അപ്പോൾ നമ്മളതിനെ ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ലോവർ സ്റ്റാറ്റയിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മതം മാറി വന്ന ആൾക്കാരുണ്ട്. അവരെങ്ങനെയൊക്കെ കാര്യമായിട്ട് കൊണ്ടുനടക്കേണ്ടവർ. ഇവരിത് വലിയ കാര്യമായിട്ടാണ് കൊണ്ടുനടക്കുക. ഒരാൾ മതം മാറിയാൽ അത് വലിയ സംഭവമാണ്. വളരെ കുറവാണ്. ഇതെല്ലാം വിജയ് പസ്മണ്ട അല്ലാതെ. പസ്മണ്ട മീൻസ് OBC ഈസ് ലൈക്ക് നമ്മുടെ ഹിന്ദു OBC. അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്ന ഒരിതാണ്. അതായത് 54% എങ്ങാണ്ടാണ് ഹിന്ദു OBC. അതിന് തതുല്യമായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിലും OBC ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കും സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞു. മറ്റേ മുസ്ലിമിനെ നിങ്ങൾ പറയണം, അതിൻ്റെ പേര് അർസൽ എന്നാണ്. അത് വളരെ മൈന്യൂട്ട്, അതായത് ടോട്ടൽ അർസൽ പോപ്പുലേഷൻ SC
പോപ്പുലേഷൻ ഇൻ മുസ്ലിംസ് ഇസ് ഓൺലി 10 lakhs ഇൻ ഇന്ത്യ. അത് സ്ലോലി അബ്സോർബ് ചെയ്ത് പോകണം, മനസ്സിലായില്ലേ? അതില്ല, അത് എക്സിസ്റ്റ് ചെയ്യണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ദളിത്. ഞങ്ങളുടെ ആ സാധനം കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ ഒരു രസമുള്ള സംഭവമുണ്ട്. നല്ല കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമല്ല. എന്താ, കാശൊക്കെ ഉണ്ടാക്കിയ ആൾ ഉഷാറായി, അത് വലിയ ഇഷ്യൂ ഒന്നും ആക്കൂല. അയാൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, അതൊരു അതിൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. നോക്കിയില്ല, നിങ്ങൾ നോക്കി കാണുമല്ലോ. അപ്പോൾ വെസ്റ്റേണൈസേഷൻ്റെ ഡെമോക്രസി, ഫോർ എക്സാമ്പിൾ ദി അമേരിക്കൻ ഡെമോക്രസി ഇസ് ബിൽറ്റ് ഓൺ ഡിപ്ലോമസി, വിച്ച് ഇസ് ബിൽറ്റ് അപ്പോൺ മണി. ഈച്ച് അമേരിക്കൻ പ്രസിഡൻറ്റില്ല കോടിക്കണക്കിന് റുപ്യ ചിലവാക്കുകയാണ്, എന്നിട്ട് അതിൽ ഇതുണ്ടാക്കണം. അതിൽ വലിയൊരു ഡെമോക്രസി ഒന്നുമില്ല, മനസ്സിലായോ? അറിയാലോ എങ്ങനെയാണ് അവരുടെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ നോമിനേഷൻസും കാര്യമൊക്കെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ട്രംപ് പ്രസിഡൻ്റ് ആവും. അബ്രഹാം ലിങ്കൺ ഇരുന്ന വൈറ്റ് ഹൗസിൽ ഈ ട്രംപ് കയറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ?